അതിൻ്റെ രാഷ്ട്രീയത്തിനോട് മാത്രമല്ല നമുക്ക് അതിനോട് വിയോജിപ്പില്ല. അത് ലൈറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഇത്രയും കോടികൾ മുടക്കിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പാകിസ്ഥാനാണോ ദുരന്തറിൽ ഉണ്ടാക്കി വെച്ചതെന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. സിനിമയിലെ പോർട്രയിൽ അത്രയും ആളുകളുടെ അല്ലെങ്കിൽ ഒരു വലിയ ജനതയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകത്തിനുള്ളതാണല്ലോ. ഇതിനകത്തുള്ള ഒരു പ്രോബ്ലം ഇല്ലേ, അതിന് പ്രോപ്പറായിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്തിട്ടുള്ള സിനിമകളെല്ലാത്തിനും ഇപ്പോൾ വീഴ്ചകളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇനി അടുത്തിൽ അത് വരാതിരിക്കണം. ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള കമൻസ് ഒക്കെ നിനക്ക് കോമഡിയാണ്, കാരണം നിന്നെ ബാധിക്കുന്നില്ല, അപ്പോൾ നിനക്കത് കോമഡി ആയിരിക്കും. പക്ഷേ അത് ഫാസിസം നിന്നെ ബാധിക്കുന്നുണ്ടെന്ന് ഉറപ്പ് എനിക്കുണ്ട്, കാരണം ഞാൻ മുസ്ലിമാണ്, എനിക്ക് പേടിയുണ്ട്. കേരളത്തിൽ നടന്നിട്ടുള്ള ബ്രൈറ്റ് ബേണിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നടന്നിട്ടും ഇൻ്റർപെലേറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളെ പോലും ഇന്ന് നിങ്ങൾക്ക് കല്യാണത്തിന് അങ്ങനെ തലകുനിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ഗുഡ് ഗോസ് ഷുഡ് ഹാപ്പൻ ഇൻ ഈച്ച് വൺ ഓഫ് us. നമുക്ക് ആസിഫ് അലിയുണ്ട്, മമ്മൂട്ടിയുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, അങ്ങനെ മുസ്ലിം ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ പോലും അവർ മുസ്ലിം പേരുകളോ ഒന്നും വരില്ല. അതൊരു മേ ബി അവരുടെ ഒരു പ്രിക്കോഷൻ്റെ ഭാഗമായിട്ട് മലയാള സിനിമയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണോ, അതോ ഹിന്ദുത്വത്തെ ഒഴിച്ചു നിർത്തിയ ഒരു ഇൻഡസ്ട്രി അല്ല മോളിവുഡ് എന്നത് നമ്മളത് തുറന്ന് സമ്മതിക്കാനുള്ളൊരു കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അപ്പോൾ പ്രോഗ്രസീവ്നെസ് എന്ന് പറയുന്നത് വരുന്നതിൽ മുതലാളിത്ത താല്പര്യങ്ങൾ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. നമ്മളത് കൈനീട്ടി സ്വീകരിക്കുകയും ചെയ്യും. ഒരു സ്ത്രീ വലിക്കാതിരിക്കുക ചെയ്തോട്ടെ, പക്ഷെ പുക വലിക്കുമ്പോഴാണ് പ്രോഗ്രസീവ്നെസ് ആകുന്നത്. ഇതിന്റെ പിന്നിൽ വർത്തിക്കുന്ന ക്യാപിറ്റലിസ്റ്റ് യുക്തിയെ കുറിച്ചാണ് ചോദ്യം. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പ്രോഗ്രസ് ചെയ്തോട്ടെ, അപ്പം ഈ ക്യാപിറ്റൽ ഞങ്ങൾക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നി പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിസം നിങ്ങളെ കരുവാക്കുകയാണ്. ഞങ്ങൾക്ക് അത്രേ സൗകര്യമുള്ളൂ, കരുവായിട്ട് അങ്ങോട്ട് ഇരിക്കാനേ സൗകര്യമുള്ളൂ. നമ്മളുടെ സിനിമ ഇപ്പം ബോളിവുഡിൻ്റെ ഒരു അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു കാലത്ത് നമ്മൾ പ്രൊപ്പഗാൻഡ സിനിമകൾ അധികം ആളുകൾ കാണില്ല, അല്ലെങ്കിൽ ഈ രാജ്യം അത് സ്വീകരിക്കാൻ പോകുന്നില്ല, ചെറിയ ചില കൂട്ടങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് അത്തരം ഐഡിയോളജീസിനെ മുന്നോട്ട് വയ്ക്കുന്ന സിനിമകൾ 1000, 2000, 1000, 1200 കോടിയിലേക്ക് നേട്ടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ സംസാരിക്കുന്നതും ഇത്തരത്തിലൊരു ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതും. അപ്പം ഇവിടെയെല്ലാം ഇത്തരം സിനിമകളിലെല്ലാം ഒരാളുടെ ഐഡൻറ്റിറ്റി, കഥാപാത്രങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. നേരത്തെ മാം പറഞ്ഞതുപോലെ തന്നെ ഇത് ആരെ എങ്ങനെ കാണിക്കണം എന്നുള്ളതൊരു ഫിലിം മേക്കറിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണല്ലോ, അത് അയാൾ തീരുമാനിക്കേണ്ടതാണല്ലോ. നമ്മുടെ സിനിമകളിൽ ഇത്തരം ഐഡൻറ്റിറ്റികൾ അല്ലെങ്കിൽ മൈനോറിറ്റിയുടെ ഐഡൻറ്റിറ്റികൾ അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേഷനുകൾ എങ്ങനെ വരണം എന്നുള്ളതാണ്. ഞാൻ ഓരോരുത്തരിലേക്കും ഇതേ ചോദ്യമായിട്ട് തന്നെ വരികയാണ്. ഈ ഓർഡർ തെറ്റിക്കേണ്ട, കുഞ്ഞിലെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് തോന്നുന്നത് എപ്പോഴും നോർമലൈസ് ചെയ്യണമാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തോ വേറെ തന്നെ ഒരു സംഭവമാണെന്ന് ഉള്ളതുപോലെ അല്ലാണ്ട് നോർമലൈസും ആക്യുറേറ്റ് ആയിട്ടുള്ള, നേരത്തെ UAB പറഞ്ഞിരുന്നല്ലോ, അതായത് നിമിഷയുടെ ക്യാരക്ടർ ആൾക്കാണ് ആ അനുഭവം ഉണ്ടായത്, ഒരു പുരുഷനായിട്ടുള്ള ആൾക്കാണ് ആ അനുഭവം ഉണ്ടായത്. അപ്പം ഈ അനുഭവം വെച്ച് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഒരു 6 മാസം അടുക്കളയിൽ കിടന്ന് പെടാപ്പാട് പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അടുക്കള നടത്തുന്നതിൻ്റെ ആ ഒരു ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇതേപോലെ ഒരു ആണ് കിടന്ന് പെടാപ്പാട് പെടുന്നത് എടുത്തു വയ്ക്കും. അത് ആലോചിക്കും. ഒരാൾക്കൊരു അനുഭവം ഉണ്ടായി, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് കിച്ചൺ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഉണ്ടാവുന്നത്, അപ്പം ഭൂരിഭാഗം കിച്ചണുകളും നടത്തുന്നത് സ്ത്രീകളാണ് എന്ന് ആലോചിക്കാനുള്ള ഒരു ഇച്ചിരി പോലും ഇല്ലാണ്ട് അതുപോലെ അങ്ങ് എടുത്തു വയ്ക്കും. എനിക്കാണല്ലോ അനുഭവം ഉണ്ടായത്, അപ്പം എന്നെ തന്നെ കാണിച്ചേക്കാം. അങ്ങനെ അല്ലാണ്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പോർട്രേൽ ഉണ്ടായാൽ തന്നെ പകുതി പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം മെയിൻ സ്ട്രീം സിനിമയിൽ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, സത്യത്തിൽ സൂക്ഷ്മദർശിനി ഉണ്ടല്ലോ, അതിനകത്ത് ശരിക്കും ഒരു ഗേ റിലേഷൻഷിപ്പ്, അതായത് ഒരു സ്വവർഗാനുരാഗ റിലേഷൻഷിപ്പ്, അതല്ലേ ആ സിനിമ? സ്വവർഗാനുരാഗ റിലേഷൻഷിപ്പിനെ അതാണല്ലോ അതിൻ്റെ കാമ്പ്. പക്ഷെ അത് അവതരിപ്പിച്ചിരിക്കുന്നത് ഭയങ്കര നോർമലൈസ് ചെയ്തിട്ടാണ്. അപ്പം അതാണെങ്കിൽ കമേഴ്ഷ്യൽ സിനിമയുടെ ഫോർമാറ്റിലുമാണ് അല്ലേ. അപ്പം അപ്പോൾ ആൾക്കാർക്ക് അത് എടുക്കാൻ ഇച്ചിരിയും കൂടെ എളുപ്പമുണ്ട്. അതും അവരെന്തെങ്കിലും ഭയങ്കര ലെസ്ബിയൻ ആണ് എന്നും പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ ഒന്നുമല്ല, ഒരു നോർമൽ കപ്പിളിനെ പോലെ കാണിച്ചിരിക്കുന്നു അല്ലേ. അപ്പം അത്തരത്തിലുള്ള
എല്ലാവരും മനുഷ്യരാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള പോലെ മുസ്ലിങ്ങൾ മനുഷ്യരാണ്, ഗേയും ലെസ്ബിയനുമായിട്ടുള്ള ആൾക്കാർ മനുഷ്യരാണ്, സ്ത്രീകൾ മനുഷ്യരാണ് എന്നൊക്കെയുള്ള പോലെ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചാൽ ശരിയാവുമെന്ന് തോന്നുന്നു. പിന്നെ പ്രൊപ്പഗാൻഡ സിനിമകൾ പണ്ട് വിജയിച്ചിരുന്നില്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ 2025 സർവേ ഇങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഇന്നിപ്പം മറ്റേ ഈ RSSൻ്റെ എന്തോ സെൻറ്റിനറിയോ എന്തെങ്കിലും സംഭവത്തിൽ പോയി അവിടെ നിരന്നിരിക്കുന്ന ബോളിവുഡിനെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇവർ തുടക്കം തൊട്ട് സെക്യുലറായിട്ടുള്ള ആൾക്കാരായി പെട്ടെന്നൊരു ദിവസം അവർക്ക് അങ്ങ് RSS ബാധ കയറുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നണേ ഇന്ത്യക്കാർക്ക് എപ്പോഴും ഉള്ളിലുണ്ടായിരുന്ന മുസ്ലിം വിരുദ്ധതയും ഒരു ഹിന്ദുത്വ ചിന്തയും ഒക്കെ BJP അല്ലെങ്കിൽ ഈ വലതുപക്ഷ പാർട്ടികൾ അവരുടെ ക്യാപിറ്റലിസ്റ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ കൂടെ അതങ്ങോട്ട് ആളിക്കത്തിക്കാനായിട്ട്, കാരണം ഇന്ത്യക്കാരുടെ കയ്യിൽ പൈസ ഇല്ല, ഈ വാഴകളുടെ കയ്യിൽ പൈസയുണ്ട്, പൈസ വേണമെന്നാലും. അപ്പോൾ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പൈസ ഇല്ലാത്ത ഇന്ത്യക്കാരുടെ ഉള്ളിലുള്ള വികാരങ്ങളെ അങ്ങോട്ട്, അതായത് മുസ്ലിം അപരനാണ്, സ്ത്രീകൾ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്, ഇതൊക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തൊട്ടേ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളാണല്ലോ, നമുക്കത് വിശ്വസിക്കാൻ കുറച്ചും കൂടി താല്പര്യമുണ്ട്. അത് പറയുന്ന സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാത്തിരുന്ന ആ സുദിനം എത്തി എന്ന് ഇന്ത്യക്കാർക്ക് തോന്നും. അപ്പം ഒരു ശരാശരി ഇന്ത്യക്കാരന് ഞാൻ പറയണേ. അപ്പം അതിലെനിക്കിപ്പം അത്ഭുതം തോന്നില്ല. അപ്പോൾ ഈ ജിയോ ബേബി പറഞ്ഞ പോലെ സർക്കാരിൻ്റെ ഇടപെടലുണ്ടാവണം. അവിടെയാണ് നമ്മുടെ ഈ സർക്കാർ ഒരു പ്രശ്നമായി മാറുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവാണ്ട് നമുക്ക് ഈ ലെഫ്റ്റ് ചിന്താഗതിയും അല്ലെങ്കിൽ പുരോഗമന ആശയങ്ങളും നമ്മൾ പറയുമല്ലോ, ഈ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന സംഗതി, ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ മുകളിൽ നിന്നുള്ള നമ്മൾ മനുഷ്യരായിട്ട് എല്ലാവരും തീരുമാനിക്കുകയല്ലല്ലോ നമുക്ക് മനുഷ്യാവകാശത്തിൽ വിശ്വസിക്കാമെന്ന്. നമ്മൾ ഒരു ആഗോള കൂട്ടായ്മ എന്നുള്ള ഒരു നിയമാവലി, എല്ലാ മനുഷ്യർക്കും ബാധകമായിട്ടുള്ള നിയമാവലി വേൾഡിലെ ലീഡേഴ്സ് ചേർന്ന് തീരുമാനിക്കുകയാണ്. ഇനി ലോകത്തിൽ ഇതൊക്കെയാണ് മനുഷ്യരുടെ അവകാശങ്ങൾ എന്ന് തീരുമാനിക്കുകയാണ്. അത് പിന്തുടരാനായിട്ട് എല്ലാ മനുഷ്യരും ബാധ്യസ്ഥരാണെന്ന് തീരുമാനിക്കുകയാണ്. ആ തീരുമാനം സർക്കാരുകൾ വഴിയേ നടപ്പാക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് ഈ വലതുപക്ഷത്തേക്കുള്ള ചായവിൻ്റെ പ്രശ്നം. എനിവേ, അപ്പോൾ എല്ലാവരും മനുഷ്യരായി ചിത്രീകരിച്ചാൽ എല്ലാ പ്രശ്നവും തീരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മളൊരു കാലത്ത് നമ്മളുടെ സിനിമകളിൽ പോർട്രേ ചെയ്തിരുന്ന ഐഡൻറ്റിറ്റികൾ പലപ്പോഴും നമ്മളുടെ ബോധ്യങ്ങളിലേക്ക് കടന്നു വരാറുണ്ട്. ഇപ്പം നമ്മൾ പണ്ട് ബാബ കല്യാണി സിനിമ കണ്ടിട്ട് അതിൽ എങ്ങനെയാണ് തീവ്രവാദികളെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ട്. മുംബൈ പോലീസ് സിനിമയിലെ സ്വവർഗാനുരാഗിയുടെ ചിത്രം എന്താകണം എന്നുള്ളതിലൊരു ചിത്രീകരണം ആളുകളിലേക്ക് വന്നിട്ടുണ്ട്. സിനിമയിലെ പോർട്രേയിൽ അത്രയും ആളുകളുടെ അല്ലെങ്കിൽ ഒരു വലിയ ജനതയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകത്തിനുള്ളതാണല്ലോ. ഇതിനകത്തുള്ളൊരു പ്രോബ്ലം ഇല്ലേ? അതിന് പ്രോപ്പറായിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, പലപ്പോഴും അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഫിലിം മേക്കേഴ്സ് ഉൾപ്പെടെ പലർക്കും ആ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ചിലപ്പോൾ അറിയാതെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അറിവെന്ന് പറയുന്നതാണല്ലോ എടുത്ത് ക്രിയേറ്റീവായിട്ടും എഴുതാനും അല്ലാതെയൊക്കെ ഉപയോഗിക്കുന്നത്. സോ അത്തരം സിനിമകളുടെ ഒരു തുടർച്ച, ഇപ്പം നമുക്കൊരു ഫിലിം മേക്കറെ പോയി കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ റിഗ്രസീവായ കാര്യം പറയുമ്പോഴും പ്രോഗ്രസീവായിട്ടുള്ള കാര്യം പറയുമ്പോഴും അതിൻ്റെ ഉത്തരവാദിത്വം ഒരു ഫിലിം മേക്കർക്കല്ല. ഇപ്പോൾ കുഴപ്പമുണ്ടാക്കിയത് ഒരു സിനിമയും അല്ല. ഒരു കാലഘട്ടത്ത് വന്നിട്ടുള്ള സിനിമകൾ നമ്മൾ കണ്ട് നമ്മൾ കുറച്ച് പ്രശ്നമുള്ളവരായിട്ട് തന്നെ ഉണ്ട്. അത് സിനിമ മാത്രമല്ല, എല്ലാം അങ്ങനെയാണ് പോകുന്നത് അല്ലേ. നമ്മൾ IC-നെ കുറിച്ച് പറയുന്നു, അപ്പം നമ്മൾ സിനിമയിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടുത്തെ ഓഫീസുകൾ, ഇവിടുത്തെ എല്ലാ തൊഴിലിടങ്ങളിലും സമാനമായ പ്രശ്നങ്ങൾ അതേ തരത്തിൽ നിലനിൽക്കുന്നു, തുടരുകയും ചെയ്യുന്നുണ്ട്. അവിടെയും നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യർ അതിൻ്റെ അത് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ തന്നെയാണ് പ്രോഗ്രസീവിൻ്റെയും കാര്യം. അതിൻ്റെ ഉത്തരവാദിത്വം ഒരാൾക്കല്ല. അത്തരം മുന്നേറ്റം ഉണ്ടാകുന്നത് സമൂഹത്തിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ വീണ്ടും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പറഞ്ഞാൽ, ഞാൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സമയത്ത് വായന തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു വർഷങ്ങൾക്ക് മുന്നേ ഈ മനുഷ്യരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലേ എന്ന് ഞാൻ എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലാകുന്നത്. ഓരോ സിനിമയ്ക്കും റിസർച്ച് ഉണ്ടാവും. അപ്പോൾ സിനിമേനെ കുറച്ചും കൂടെ നമ്മൾ ഇപ്പം ഈയിടെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം നമ്മളിങ്ങനെ ആലോചിച്ചു, ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പോലെ നമ്മുടെ സിനിമകൾ തെറ്റുണ്ടാവാൻ പാടില്ല,
അറിഞ്ഞോ അറിയാതെ ചിലപ്പോൾ തെറ്റ് വരും, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ മാനസികമായിട്ടുള്ള അവസ്ഥ, നമ്മളുണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ എങ്കിലും അവരുടെ മാനസിക ആരോഗ്യം എങ്ങനെയായിരിക്കണം. ഇപ്പം ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കൊരു സൈക്കാട്രിസ്റ്റുമായിട്ട് നമ്മുടെ സിനിമ തന്നെ സംസാരിക്കേണ്ടി വന്നേക്കാം. സോ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ആർട്ടിനെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രിയേറ്റീവ് പ്രൊഡക്റ്റിനെ എങ്ങനെയെല്ലാം കുറെ കൂടെ നന്നാക്കാന്നൊക്കെയുള്ള ആലോചന ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതിനൊരു കൃത്യമായ വഴിയോ ഒന്നും എൻ്റെ അടുത്ത് ഇല്ല. നമ്മൾ ചെയ്തിട്ടുള്ള സിനിമകളെല്ലാത്തിനും ഇപ്പോൾ വീഴ്ചകളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇനി അടുത്തതിൽ അത് വരാതിരിക്കണം, വേറെയും വരാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ വിമർശനങ്ങളെയും അല്ലെങ്കിൽ ഈ സിനിമകളുടെ പ്രശ്നങ്ങളെയും നമ്മളിപ്പം പണ്ടത്തെ സിനിമേനെ എടുത്ത് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മളത് പ്രോഗ്രസീവായിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കാലത്ത് നമുക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള ആർട്ടിനെയൊക്കെ കുറ്റപ്പെടുത്തുക എന്നത് വ്യക്തികളെയല്ല, ആർട്ടിനെയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ആ വ്യക്തികൾക്കുണ്ട്. പക്ഷേ അതിനെ നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയുടെ ഭാഗമായിട്ട് കാണണം. അത്രേ ഉള്ളൂ എനിക്കും ഈ ഏരിയയിൽ പറയാനുള്ളൂ. ഐഡന്റിറ്റികൾ റെപ്രസെന്റ് ചെയ്യുന്നതിൽ ഇപ്പം നമ്മൾ പ്രൊപ്പഗാൻഡ സിനിമകൾ എന്ന ലേബൽ ചെയ്യപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ അതല്ലാതെ തന്നെ എന്താണ് ഇവിടുത്തെ സംഘപരിവാറിന് വേണ്ടത്, RSSന് വേണ്ടത്, വലതുപക്ഷത്തിന് എന്താണ് വേണ്ടത് എന്നുള്ളത് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്ന സിനിമകൾ, നരേറ്റീവുകൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ ഈ പറഞ്ഞ പോലെ നമുക്ക് എടുത്തു വെച്ചതാ ഇത് പ്രൊപ്പഗാൻഡ സിനിമയാണ് എന്നുള്ള ലേബലോ അത്തരത്തിലുള്ള പേരുകളോ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം ഇത്തരം ഐഡന്റിറ്റികൾ കൊടുക്കുക എന്നുള്ളത് ഫാസിസത്തിൻ്റെ ആവശ്യമായി കൂടെ മാറുകയാണല്ലോ. ഈ ഒരു മാറ്റം സിനിമയിൽ വരുന്ന ഇത്തരം നരേറ്റീവുകൾ, പോർട്രേലുകൾ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുക? അങ്ങനെ പക്ഷേ എനിക്കറിയില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഈ പ്രൊപ്പഗാൻഡ എന്നുള്ള ഈ കാറ്റഗറി തന്നെ ഒരു രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അതൊന്ന് പുറത്ത് നിന്നുകൊണ്ട് ഡെഫിനറ്റ്ലി അത് ക്രിട്ടിക്ക് ചെയ്യപ്പെടണം. കശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി, ഇതൊക്കെ പ്രൊപ്പഗാൻഡയാണെന്ന് പറയുമ്പോഴും ഇപ്പം വളരെ പ്രോഗ്രസീവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹിന്ദി സിനിമയിൽ നിന്നൊക്കെ ഉള്ള പലവരും ആനിമലിനെ കുറിച്ചും അല്ലെങ്കിൽ ദുരന്തറിനെ കുറിച്ചും നടത്തുന്ന ചിലതരം ഭാഷയുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ക്രാഫ്റ്റിനെ കുറിച്ച് സംസാരിക്കണം. പക്ഷെ ശരിക്കും ആ സിനിമകൾ കണ്ടായാലും എന്ത് ക്രാഫ്റ്റാണ് ഉള്ളത്? അത് ഒട്ടും ടെക്നിക്കലി വെൽ മെയ്ഡ് ആയിട്ടുള്ള പടങ്ങളല്ല. അതിൻ്റെ രാഷ്ട്രീയത്തിനോട് മാത്രമല്ല നമുക്ക് അതിനോട് വിയോജിപ്പില്ല. അത് ലൈറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഇത്രയും കോടികൾ മുടക്കിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പാകിസ്ഥാനാണോ ദുരന്തറിൽ ഉണ്ടാക്കി വെച്ചതെന്ന് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്, ഉറപ്പായിട്ടും. അപ്പം പ്രൊപ്പഗാൻഡ സിനിമ എന്നുള്ളത് ചില വളരെ മീഡിയോക്കറായിട്ട് ഉണ്ടാക്കിയ സിനിമകൾക്ക് പക്ഷെ നിങ്ങളിത് പ്രൊപ്പഗാൻഡ ആയതുകൊണ്ട് കാണണം എന്നുള്ളത് പറയുകയും, മറ്റേ സിനിമകൾ കുറച്ചും കൂടി പൈസ ഇറക്കി, മൂലധനം ഇറക്കി, ശരിക്കും അതിൻ്റെ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഉള്ള സിനിമകൾ ഇതൊന്നും ചർച്ച ചെയ്യാതെ പക്ഷെ ഓഫ്കോഴ്സ് ആഹ്വാനം ചെയ്യുന്ന ഇതിനെക്കാട്ടും മോശപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഈ കാറ്റഗറൈസേഷൻ തന്നെ എന്താണെന്നുള്ളത് നമ്മൾ എന്തായാലും ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇവിടെ ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ ഫോർമലി അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് എന്നൊക്കെ മെയിൻ സ്ട്രീമിൽ ഇറങ്ങുന്ന പല സിനിമകളുടെയും ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾക്കത് ഈ പറഞ്ഞ പോലെ വേർതിരിച്ച് പറയാൻ പറ്റില്ലെങ്കിലും അതൊരു പ്രേത സിനിമയാവാം, അല്ലാത്ത സിനിമയാവാം. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അവസാനം അതിലെ ക്യാരക്ടേഴ്സിൻ്റെ റിലീജിയൻ, ഐഡൻറ്റിറ്റീസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അത് പക്ഷേ ചിലപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കാം മെയിൻ സ്ട്രീമിലെ ഫോമോ എസ്തെറ്റിക്സോ ഒക്കെ ഇരിക്കുന്നത്. പക്ഷേ ഈ പ്രൊപ്പഗാൻഡ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് ഈ സിനിമയിൽ ഇതാണ് എന്ന് പറയാൻ വേണ്ടി. കാന്താരയിൽ ഫാസിസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏറി കയറിയ ആളാണ്. സോ ഐ കൻ അണ്ടർസ്റ്റാൻഡ്. സോ ഈ ഇപ്പോൾ പറഞ്ഞ പോലെ മെയിൻ സ്ട്രീം സിനിമകളിലേക്ക് വരുമ്പം ഇത്തരം ഐഡൻറ്റിറ്റികൾ കയറി വരുന്നുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ആവേശത്തിൽ നമ്മൾ മറ്റൊരു വായന കാണുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു സിനിമകളിലൊക്കെ ഈ ഐഡൻറ്റിറ്റികൾ നമ്മൾ വായിച്ചെടുക്കുന്നതിൽ നമുക്കൊരു ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു വായന നമുക്ക് അവിടെ സാധ്യമാവുന്നുണ്ട്. ഇത് എത്രത്തോളം ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന റിവ്യൂകൾ, ലൈക്ക് ആളുകൾക്ക് അതിനകത്ത് വരുന്ന ക്രിറ്റിസിസംസ്, ഇതൊക്കെ ഇത്തരം ഐഡിയകൾ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ലേ? എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ ഇത്തരം ഡിസ്കോഴ്സസ് ഐഡൻറ്റിറ്റികളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതിൽ ഒരു സെൻസിറ്റിവിറ്റി കൊണ്ടുവരുന്നത്? ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ ത്രൂ തന്നെയാണ് എല്ലാ ഡിസ്കഷൻസും ഹാപ്പൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇതേപോലെ കൂടുന്നതൊക്കെ ഇപ്പോൾ വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ഒരു സംഗതിയല്ലേ. സോ ഐ തിങ്ക് ഡിസ്കഷൻസ് ഉണ്ടാവുന്നുണ്ട്, അത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി അങ്ങനെ ആളുകൾ സംസാരിക്കുന്നില്ല എന്ന് തോന്നുന്നു പബ്ലിക്കിൽ. മേ ബി അത് സിനിമൻ്റെ റിസപ്ഷനിലായിരിക്കും. പക്ഷേ ഈ പ്രൊപ്പഗാൻഡ ഫിലിംസിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ നമ്മളത് ദുരന്തർ എന്ന് പറയുന്ന സിനിമ 1500 കോടി to 2000 crore അടുത്താണ് കളക്ട് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ അത് കണ്ടത് ഇവിടുത്തെ റൈറ്റ് വിങ് ഫനാറ്റിക്സ് കൊണ്ട് മാത്രമല്ല ആ സിനിമയ്ക്ക് ആ ഒരു ഇത് കിട്ടി. അതിനപ്പുറത്തേക്ക് റൈറ്റ് വിങ്
ഐഡിയോളജി ഉള്ളവർ കണ്ടിട്ടും അല്ല അതിന് അത്ര പൈസ ഉണ്ടാവുന്നത്. അത് ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകളും കണ്ട് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആ സിനിമക്ക് അത് അത്തരത്തിലുള്ള എമൗണ്ട് ഓഫ് മണി കിട്ടുന്നത്. അതിൽ നമുക്കിപ്പോൾ ഒരു വലിയ കൺഫ്യൂഷൻ വരും ഈ ഒരു ടോക്ക് വരുമ്പോൾ. എത്രയാണ് എന്താണ് ആക്ച്വലി ലൈക്ക് ഇപ്പോൾ ഒരു പീസ് ഓഫ് വർക്ക് ഭയങ്കര എസ്തെറ്റിക്കലി ആൻഡ് ആസ് എ ക്രാഫ്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ അതിൻ്റെ പ്രൊപ്പഗാൻഡ എന്നുള്ള സൈഡിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണോ എന്നൊരു ചോദ്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് കാലം മുന്നേ ഉണ്ടായിരുന്ന ഒരു ഐഡിയോളജി അല്ലെങ്കിൽ തോട്ട് എന്ന് പറഞ്ഞാൽ ഫാസിസം ഇൻ എനി വേ എന്തെങ്കിലും ഇപ്പോൾ ദുരന്തറിൽ കുറേ ആൾക്കാരൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അത് ഫാസിസം അല്ല അത് ചെറിയ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ഫാസിസം ആണെങ്കിലും ഐ വോണ്ട് സീ ദാറ്റ്. ഞാൻ ബാൻ ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ കാണൂല, ഞാനത് ബാക്കിയുള്ളവരോട് ഇതിനെപ്പറ്റി ചോദിക്കാറില്ല, അതിന് ഒരു അറ്റൻഷനും കൊടുക്കാണ്ടിരിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. പക്ഷേ ചില സിനിമകളിലൊക്കെ ഇപ്പോൾ ഉള്ള കൊറിയൻ ഫിലിംസോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫിലിംസിലൊക്കെ ചിലപ്പോൾ നല്ല സിനിമയാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് വരും. മേ ബി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ജെൻഡർ. അപ്പോൾ ഞാൻ പറയും എനിക്ക് അത് പ്രശ്നമില്ല, കാരണം അത് സബ്ജക്റ്റീവാണ്. ചിലപ്പോൾ ഡയറക്ടർ അങ്ങനെ ആയിരിക്കില്ല ഉദ്ദേശിച്ചത്, അപ്പോൾ അത് എസ്തെറ്റിക്കലി ഉള്ള റീസൺസ് കൊണ്ടാണ്. അപ്പോൾ ഫാസിസത്തിന് ഞാൻ കംപ്ലീറ്റ്ലി എതിരാണ്. മിസോജിനിസം കുഴപ്പമില്ല, കാരണം അത് സബ്ജക്റ്റീവ് ആവാം എന്നൊരു തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഈ KLF പോയപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ഫ്രണ്ടിനെ കുറേ കാലത്തിന് ശേഷം കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ദുരന്തറിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ജനസൈഡിനെ കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഡിസ്കഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ സംഭവം ഞാൻ പറഞ്ഞു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് ഫാസിസം ഭയങ്കര പ്രശ്നമാണ്, പക്ഷേ മറ്റേതെന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ഫ്രീഡമാണ്, ചിലപ്പോൾ ആൾക്കാർ ചെയ്യും, അതുകൊണ്ട് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു സാധനമുണ്ട്, ഭയങ്കര സിമ്പിളാണ്. ഫാസിസം നിനക്ക് പ്രശ്നമായി തോന്നുന്നുണ്ട് കാരണം നിനക്ക് അത് ഡേഞ്ചറാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഫാസിസം പ്രശ്നമായി തോന്നുന്നത്. ഫീമെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള കമൻസ് ഒക്കെ നിനക്ക് കോമഡിയാണ്, കാരണം നിന്നെ ബാധിക്കുന്നില്ല, അപ്പോൾ നിനക്കത് കോമഡി ആയിരിക്കും. പക്ഷേ അത് ഫാസിസം നിന്നെ ബാധിക്കുന്നുണ്ടെന്ന് ഉറപ്പ് എനിക്കുണ്ട്, കാരണം ഞാൻ മുസ്ലിമാണ്, എനിക്ക് പേടിയുണ്ട്. അപ്പോൾ അത് ബാധിക്കും എന്നുള്ള ഐഡൻറ്റിറ്റി കൊണ്ട് ഞാൻ അതിനെ എതിർക്കുന്നു, പക്ഷേ ഈ സംഗതിനെ ഞാൻ എതിർക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ദുരന്തറിൽ കാണുന്ന സോഫ്റ്റ് കോർ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇപ്പോഴും ഇന്ത്യ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലമായിട്ട് തോന്നുന്നുണ്ടാവും. മനസ്സിലായി? ഇപ്പോഴും ഞാൻ സേഫാണ്, കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആസ് എ വ്യൂവർ ടു ഒരു എക്സ്പ്രഷനും ഒരു പ്രിവിലേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ജെന്യുവൻലി ബിലീവ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ലെറ്റർ ബോക്സർ എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദുരന്തരം ഞാൻ കണ്ടിട്ടില്ല, ഈ കാണുന്നതൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഭയങ്കര പ്രോഗ്രസീവ് എന്ന് ഭയങ്കര ഇതാണെന്നൊക്കെ ഇരുന്ന ആൾക്കാർ ഈ സിനിമനെ 5/5 4/5 കൊടുത്തിട്ട് അപ്പാർട്ട് ഫ്രം ദ പ്രൊപ്പഗാൻഡ ഇറ്റ് ഈസ് എ ഗുഡ് മൂവി എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഈ ആൾക്കാർക്ക് അത് ഓക്കെ ആയിരിക്കും, ദേ ആർ ഓക്കെ വിത്ത് എ സെർട്ടൻ ലെവൽ ഓഫ് പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ സെർട്ടൻ ലെവൽ ഓഫ് ഫാസിസം. കുഴപ്പമില്ല, നമ്മളെ നാട് അത്ര പോയിട്ടില്ല, ഇനി സമയമുണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ. അതും അവരെ ബാധിച്ചു തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ തോന്നുക. അപ്പോൾ ഞാൻ ഇതും പ്രശ്നമാണ്, മിസോജിനിയും പ്രശ്നമാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഫെയർ ഉണ്ടായപ്പോഴാണ്, സ്കേഡ് ആയപ്പോഴാണ്. ചിലപ്പോൾ ദേ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോൾ അത് അങ്ങനെ തന്നെ അനുഭവിച്ചിട്ടേ തോന്നുള്ളൂ മാറുക. ഈ പറഞ്ഞ കൂട്ടത്തിലേക്ക് അനുരാഗ് കശ്യപിനെ പോലെയുള്ള സിനിമകളെല്ലാം വളരെ ക്രിട്ടിക്കലായിട്ട് കണ്ടിട്ട് നമുക്ക് അത്രയും ഒരു ഡൈസെക്ഷണൽ പേഴ്സ്പെക്റ്റീവ് ഒക്കെ തരുന്ന പോലത്തെ സിനിമകൾ ചെയ്തിട്ടുള്ള ഫിലിം മേക്കേഴ്സ് അവർ പോലും വന്നിട്ട് പറയുന്നത് സിനിമ ആസ് എ ക്രാഫ്റ്റ് അത് നല്ല സിനിമയാണ്, അതിൽ ബാക്കി കണ്ടന്റ് നിങ്ങൾ മാറ്റി വയ്ക്കൂ, നല്ല സിനിമയാണ്. ആനിമൽ കണ്ടപ്പോഴും ഇതേ ഇതുപോലൊരു കമൻറ്റ് പറഞ്ഞു. ഇതൊന്നും ഇപ്പോഴും ഈവൻ ഈ പറയുന്ന ഇത്തരം ഡിസ്കോഴ്സസിൽ ഏർപ്പെടുന്ന ആളുകൾ ഇത്തരം ചിന്താഗതികൾ ലൈക്ക് അറിഞ്ഞിട്ടും ഇതിനെ നമുക്ക് ആസ് എ സിനിമ ഇതൊരു നല്ല സിനിമയാണ് എന്നുള്ള ലാഘവത്തോടെ കാണുന്ന ഒരു കാഴ്ചപ്പാട് ഇവിടെ നിലനിൽക്കുന്നില്ലേ? അത് എത്രത്തോളം ഡേഞ്ചറസ് ആണ്? സിനിമയുടെ ഇമ്പോർട്ട് തന്നെയാണ് പ്രധാനം. അതെന്താണ്, ഏത് ലക്ഷ്യസ്ഥാനത്താണ് എത്തിക്കുന്നത്, അതെത്തിക്കാൻ ഉപയോഗിക്കുന്ന വെഹിക്കിളിൻ്റെ പേരാണ് ഈസ്തറ്റിക്സം എന്ന് നമ്മൾ പറയുന്നത്. സിനിമയുടെ ഈസ്തറ്റിക്സ് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാം, പക്ഷേ അതിൻ്റെ കണ്ടൻറ്റിനെ പറ്റി കമൻറ്റ് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്തുന്ന ലക്ഷ്യത്തിനെ പറ്റി, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ പറ്റിയോ ഒന്നും പറയേണ്ടതില്ല എന്ന് പറയുന്നത് അതത്ര സേഫായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നുന്നത് ജെനോസൈഡ് ഇസ് നോട്ട് ഓക്കെ എന്ന് തോന്നണമെങ്കിൽ അത് പറയേണ്ടത് നമ്മൾ തന്നെയാണ്, അതിനൊരു ഗുസ്തുക ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ മൂവ്മെൻറ്റാണ്, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഞാൻ അറിയേണ്ടതുണ്ട്
ഈ പറഞ്ഞ യാത്ര ഇസ് നോട്ട് ഓക്കെ ഫോർ മീ, ഇത് എൻ്റെ റിപ്പബ്ലിക് അല്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ, ഈ സിനിമ ഇത് എൻ്റെ സിനിമയല്ല എന്ന് പറയുന്ന പോലെ, ഇല്ലെങ്കിൽ സൂസന്ന പോലെ ഒരു സിനിമ ഒരു സ്ത്രീ സിനിമയായിട്ട് വാഴ്ത്തപ്പെടും. അതിന് എത്ര അവാർഡുകൾ വേണമെങ്കിലും നമ്മൾക്ക് അവരുടെ കളി നിയമങ്ങൾ വെച്ച് കൊടുക്കുകയും ചെയ്യും. സൂസന്ന പറയുന്നത് വേശ്യാവൃത്തിയിലുള്ള ഒരു സ്ത്രീ ഒരു കുടുംബിനിയായ സ്ത്രീക്ക് ഓക്കെ ആണെങ്കിൽ ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു. എന്ന് വെച്ചാൽ എ വുമൺ ഇസ് പ്രോഗ്രസീവ് ഇനഫ് ടു ബി ഫ്രണ്ട് വിത്ത് ദ അതർ വുമൺ ഇൻ ദ മാൻസ് ലൈഫ് എന്ന് പറയുന്നത് ആണിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും ഒഴിവാക്കി കൊടുത്തുകൊണ്ട് അതൊരു ഫെമിനിസ്റ്റ് ഫിലിമാണ് എന്ന് നമ്മൾ തന്നെ നമ്മളോട് പറയാണ്. അത് ഈ പറഞ്ഞ പോലത്തെ ബൈനറികളിലുള്ള കളിയാണ്. ഇത് മുമ്പേ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള സിനിമകൾ മുഴുവനുമാണ് റീറീഡ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. പ്രൊപ്പഗാൻഡ ഫിലിമിന് നേരത്തെ ഞാൻ പറഞ്ഞ അദൂരമുണ്ട്. പിന്നെ ഒരു കാരണവശാലും തെറ്റിദ്ധരിച്ചു പോകരുത്, വ്യൂവർ എന്ന് പറയുന്ന ആൾക്ക് സ്വന്തമായിട്ടുള്ള എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കാര്യം എന്ന് പറയാൻ പറ്റുകയില്ല. നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ട ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഇത് കാണുന്നത്. ഇമേജസ് അത്ര അധികം നമ്മളെ മേലെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. നമ്മൾ ഓർഗാനിക് എന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലും നമ്മൾ തീർത്തും ഇൻ്റർപലേറ്റഡ് ആയിട്ട് നമുക്കെതിരെയുള്ള ആൻറ്റിബോഡി നമ്മളെ ഉള്ളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, ഇല്ലെങ്കിൽ ഇവിടുത്തെ ഇത്ര അധികം ഡവറിടത്തുണ്ടായ ഒരു സ്ഥലത്ത് ഇന്നും ജ്വല്ലറികളുടെ മുമ്പിൽ അതിൻ്റെ മോഡലായിട്ട് ഇത്ര അധികം സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊണ്ട് ഒരു സ്ത്രീയെ നമുക്ക് നിൽക്കാൻ കിട്ടില്ലായിരുന്നു. കാരണം അവരുടെ വീടുകളിൽ നടക്കുന്ന മരണങ്ങൾ കിട്ടിയതിൻ്റെ തൂക്കം കുറഞ്ഞതിൻ്റെ മേലെ കേരളത്തിൽ നടന്നിട്ടുള്ള ബ്രൈഡ് ബേണിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നടന്നിട്ടും ഇൻ്റർപലേറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളെ പോലും ഇന്ന് നിങ്ങൾക്ക് കല്യാണത്തിന് അങ്ങനെ തലകുനിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും the gift to go should happen in each one of us. നമ്മളുടെ ഉള്ളിൽ മുഴുവൻ നടക്കേണ്ട ഈ രണ്ടാമതുള്ള ആലോചന ഉണ്ടല്ലോ, ഇതിന് വഴങ്ങിക്കൊടുക്കായ്മ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ ആ പാട്ട് ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞതേ ഉള്ളൂ, അത് ഏറ്റുപാടിക്കൊണ്ടേയിരിക്കും. അരയത്തിപ്പെണ്ണ് പിഴച്ചു പോയാൽ അവനെ കടലമ്മ കൊണ്ടുപോകുമെന്നും അവൻ്റെ തന്നെ കുട്ടിയെ പെറ്റുകൊടുക്കാൻ വേണ്ടി അവൾ തപസ്സിരിക്കേണ്ടതുണ്ട് എന്നും അപ്പം മാത്രമേ കടലമ്മ അവളെ തിരിച്ചു കൊണ്ടുവരൂ എന്നുള്ള നമ്മൾ വിചാരിക്കുന്ന ന്യൂട്രൽ, വളരെ ഇന്നസെൻറ്റ് എന്ന് വിചാരിക്കുന്ന ഒരു ചലച്ചിത്ര ഗാനം നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്രൊപ്പഗാൻഡ മൂവീസ് ആർ ഈസിയർ, നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ എളുപ്പമാണ്. ബുദ്ധിമുട്ട് അതല്ല എന്നുള്ള പുരോഗമന നാട്യത്തോടു കൂടെ ഇറങ്ങുന്ന വുമൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള റേസിസമൊക്കെ ഫൈറ്റ് ചെയ്യുന്ന പ്രോഗ്രസീവ് ആയിട്ടുള്ള സിനിമകളെ പറ്റി ജാഗ്രത വേണം. ഇതിനോട് ചേർത്ത് തന്നെ ഇപ്പം ഇതല്ലാത്ത സിനിമകളെ ഫൈറ്റ് ചെയ്യാൻ സെൻസർ ബോർഡിനെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഇവിടെ ഉണ്ടല്ലോ. അതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ജസ്റ്റ് അതിലൊരു കമൻറ്റിൽ നമുക്ക് അവസാനിപ്പിക്കാം, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആർക്കും സെൻസർ ബോർഡിനെ അല്ലേ, സെൻസർ ബോർഡൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ചില സിനിമകൾ അവർക്ക് മനസ്സിലാകാതെ ആണ് സെൻസർ പ്രശ്നത്തിൽ, കാരണം അതിനൊരു മിനിമം ബോധം ഇല്ലാത്തവർ അവിടെ ഇരിക്കുന്നത് കൊണ്ട് ചില സിനിമകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഭരണകൂടത്തിന് ഇഷ്ടമുള്ള തരം സിനിമകൾ ഉണ്ടാക്കിയാൽ മതി. കാരണം അങ്ങനെയാണ് പോകുന്നത്. ഈ പണം എവിടെ നിന്നാണ് വരുന്നത്? ഈ ഭരണകൂടത്തിൻ്റെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷത്തിൻ്റെ കയ്യിലാണ് എപ്പോഴും പണം ഉള്ളത്. അപ്പോൾ ആ പണം ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെയുള്ള മിക്കവാറും എല്ലാ സിനിമകളും ഉണ്ടാക്കുന്നത്. നമ്മൾ കൊമേഴ്ഷ്യൽ എന്ന് വിളിക്കുന്ന എല്ലാ സിനിമകളും ഉണ്ടാക്കുന്നത് ആ പണം ഉപയോഗിച്ചാണ്. സ്വാഭാവികമായിട്ടും ഭരണകൂട താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള സിനിമകൾ ഇവിടെ കൊമേഴ്ഷ്യലി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പം ഇതിനെതിരെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇതുപോലെ കൂടണം, ആലോചിക്കണം, എന്തെങ്കിലും ചെയ്യണം. കാരണം ആർട്ടിനെ അങ്ങനെ തടഞ്ഞു വെക്കാൻ പറ്റില്ല, അല്ലേ? നമുക്ക് തിയേറ്ററിൽ കാണിക്കാൻ പറ്റില്ല, നമുക്കിവിടെ കാണിക്കാൻ പറ്റും. ഇതുപോലെ വേദികൾ വേറെ ഉണ്ടാക്കാൻ പറ്റും, കാണിക്കണം. വലിയ 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 ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെയാണ്. പക്ഷേ അത് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമുക്ക് ആർക്കെങ്കിലും ചോദിക്കാനുള്ളത്? ഓപ്പൺ സെഷനാണ്. സോ ഇവരുടെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം. അത് നേരത്തെ ഈ ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് വരുന്ന സിനിമകളിലുള്ള പ്രശ്നം ജിതി മാം ഇങ്ങനെ പറയണ്ടായി. അപ്പോൾ ഈ പുതിയ കാലത്ത് ഈ പ്രോഗ്രസീവ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റലിസത്തിൻ്റെതായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കണില്ലേ എന്നുള്ളൊരു സാധനം. ഇപ്പോൾ പ്രേമലൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ പൂനെ പോയപ്പോഴാണ് ശ്രദ്ധിച്ചത്, അവിടെ കുറേ IT ഫീൽഡ്സും ഉണ്ട്, IT കമ്പനീസ് കുറേ ഉണ്ട്, ഈ ഡാൻസ് പബ്ബ് ബാറുകളും കുറേ ഉണ്ട്. അപ്പോൾ ഈ IT കമ്പനികളുള്ളവർക്ക് എന്തിനാണ്
ഡാൻസ് ബാർ കൂടുതൽ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ എന്നാലോചിക്കുമ്പോഴാണ് ഈ സാധനം, അതായത് ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റലിസം തന്നെ കൊടുക്കുന്നത്. ഇപ്പോൾ പ്രേമലൂലിപ്പം പെൺകുട്ടി ഇവരെല്ലാവരും IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഡാൻസ് പബ് സാധനത്തിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കാണുമ്പോൾ ഡാൻസ് ബാറിൽ പോകുന്ന പെൺകുട്ടി അത് ഭയങ്കര പ്രോഗ്രസീവ്, പക്ഷെ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യണ ക്യാപിറ്റലിസ്റ്റ് ലോജിക്കിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല എന്നുള്ളൊരു സാധനം. അപ്പോൾ പ്രോഗ്രസീവ്നെസ് എന്ന് പറയുന്നത് വരുന്നതിൽ മുതലാളിത്ത താല്പര്യങ്ങൾ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ദിവസം. നമ്മളത് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഒരു സ്ത്രീ പുക വലിക്കാതിരിക്കുക ചെയ്തോട്ടെ, പക്ഷെ പുക വലിക്കുമ്പോഴാണ് പ്രോഗ്രസീവ്നെസ് ആകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസിലേക്ക് ഇതിൻ്റെ പിന്നിൽ വർത്തിക്കുന്ന ക്യാപിറ്റലിസ്റ്റ് യുക്തിയെക്കുറിച്ചാണ് ചോദ്യം. രണ്ടാമത്തത് ജിയോ ബേബി സാറിനോടാണ്. ഞാൻ IFFK കണ്ടിരുന്നു. അപ്പം ഒപ്പനടുത്ത് ഇങ്ങനെ ഗ്യാസ്പനോട് സിനിമകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയണ്ടായി കിങ്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രിട്ടൻഷ്യസ്ലി വിഷ്വലി ഡിസ്റ്റർബ് ചെയ്യണം എന്നതിനപ്പുറത്തേക്ക് ആ സിനിമക്കൊരു പേഴ്സണൽ അഭിപ്രായമാണ് റെസൊല്യൂഷൻ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്ത്. നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്നുള്ളൊരു കൃത്യത ഇല്ലാത്ത പോലൊരു സാധനം. ഒരു സമയത്ത് ആധുനിക മനുഷ്യനെ അണ്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും വേറെ സ്പേസിൽ ഇത് എന്താണ് ആ നെറേറ്റീവ്. ചില ഫ്രെയിംസിൽ സാപ്പിയൻസിൻ്റെ പുസ്തകങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥ കൊണ്ട് എന്താണ് നിങ്ങൾ ലാൻഡ് ചെയ്യിക്കുക, കാതലിലൊക്കെ അത് വ്യക്തമാണ്. സ്റ്റോറി ആദ്യ അധ്യായമുണ്ട്. പക്ഷേ ഈ സാധനം വിഷ്വലി ഡിസ്റ്റർബ് ചെയ്യിക്കുക, ഒരു മോറൽ കോൺഷ്യസ് നമ്മുടെ ബോധത്തെ, സദാചാര ബോധത്തെ വിഷ്വലി കുറച്ചൊന്ന് ഡിസ്റ്റർബ് ചെയ്യിക്കാന്ന് മാത്രമാണോ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു സാധനം എനിക്കൊരു എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളൊരു വ്യക്തക്കുറവ് ഉണ്ടായി. പിന്നെ ഈ അഫ്രദ് പറഞ്ഞൊരു പോയിന്റും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ തോന്നി. ഇപ്പം ഈ ആവേശത്തിലെ ഫഹദിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ തല്ലുമാലയിൽ ഷൈൻ ടോം ചാക്കോന്റെ ക്യാരക്ടർക്കും ഒരു ഹോമോസെക്ഷൽ ട്രീറ്റ് ഉണ്ട്. ഇപ്പോൾ സാധാരണ കഥകളിലുള്ള ഇപ്പോൾ ജിയോ ബേബി സാറിൻ്റെ ഒരു പടം വരുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും അടുത്ത പടം മൂപ്പര് ഇതാണ് എടുക്കുക എന്നുള്ളൊരു സാധനം. ഞാനൊരു കുറ്റമായിട്ടല്ല പറയുന്നത്. സാധാരണക്കാർ അധികം ആൾക്കാർ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യൂല, ചിലപ്പം പോവില്ല. അല്ല പാർവതി മാമിൻ്റെ ഒക്കെ ഒരു പടം ഇറങ്ങുമ്പോൾ എന്താ വിചാരിക്കുക, ഇന്നൊരു സാധനമാണ് പറയാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യൂല, പോവില്ല. അപ്പം ഞാൻ ഇപ്പോൾ ഒരു സാധാരണ ഒരു ഓൺലൈൻ അച്ഛനെ കൊന്ന ഒരാളെ പ്രതികാരം ചെയ്യാൻ പോകുന്ന മോൻ, ഈ മോന് ചിലപ്പോൾ ഒരു ഹോമോസെക്ഷൽ ട്രീറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവനൊരു ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാളാവാം. അത് സിനിമയിൽ എവിടെയെങ്കിലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യായിരിക്കും. പക്ഷെ ആ ഓൺലൈൻ നോർമൽ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്രൊപ്പഗണ്ട സിനിമാസിലോ അല്ല സവർണ സാധനങ്ങളൊക്കെ ഹെജമണിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. ഇത് കഥ ഒരേ ടൈം ആൾക്കാരിലേക്ക് എത്തുകയും അതേ ടൈം അതിൻ്റെ ഒരു എന്താ പറയുക ഈ നോർമലൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണല്ലോ. ഒപ്രസ്ഡിൻ്റെ സബാൾട്ടൺ ഐഡൻറ്റിറ്റിയുടെ ലൈഫ് നോർമലൈസ് ചെയ്യപ്പെടുക എന്നുള്ള സാധനം അവിടെ വർക്കായിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ എന്തുകൊണ്ട് കഥകൾ വരുന്നില്ല എന്നുള്ളൊരു സാധനം ഉണ്ട്. അവിടെയാണ് ഈ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളൊക്കെ ചാപ്പടിക്കപ്പെടുന്നത്. അതിൽ നിന്നൊരു മോചനം വേണ്ടി എന്നുള്ളൊരു സാധനമാണ് ഈ 3 പോയിന്റുകൾ. എനിക്ക് തോന്നുന്നത് ഒരു ചോദ്യമായിട്ടുള്ളത് ജിയോ ബേബിനോട് മാത്രമായിരുന്നു തോന്നുന്നു. മറ്റേത് നിങ്ങളുടെ ഒബ്സർവേഷൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയല്ലേ? അത് അല്ലെങ്കിലും കുറച്ച് ഡെക്കേഡ്സ് മുമ്പേ നമ്മൾ ഈ മോഡേൺ വുമൺ എന്ന് പറയുന്ന ട്രാപ്പ് പോലെ ഒരു ട്രാപ്പാണ് ഇപ്പം നിങ്ങൾ പ്രേമലൂല് പറഞ്ഞത്. അതായത് ഈ വീട്ടിൽ അധ്യാപിക ഉദ്യോഗസ്ഥ എന്നൊക്കെ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയൊക്കെ ഉണ്ടായിരുന്നു. അവർ വീട്ടിലെ ജോലിയും ചെയ്യും, പിന്നെ അവർ ഉദ്യോഗസ്ഥന്മാരുമായിരിക്കും. അതായത് സ്ത്രീകൾ അങ്ങനെ അവർ ഡബിളി ബേർഡൻഡ് ആവുക അതോടെ. പക്ഷേ ആ ട്രാപ്പ് അവിടെ ഉണ്ട്. അതായത് നമ്മൾ പറയുന്ന മോഡേൺ വുമൺ പുറത്തുപോയി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രോങ് വുമൺ അതാണ് എന്ന ധാരണ ഉണ്ടാക്കുകയും അവൾ ഈ ഡൊമസ്റ്റിക് കോഴ്സിനൊന്നും രക്ഷപ്പെടുത്താതിരിക്കുകയും ചെയ്ത ആ ഡബിൾ ബേർഡൻ ഉണ്ടല്ലോ, അതേ ബേർഡനാണ് നമ്മളിപ്പോൾ പറയുന്ന ലിബറേറ്റഡ് വുമണിന് നമ്മൾ എത്തിച്ചു കൊടുത്ത ആ പ്ലാറ്റ്ഫോം, തുറന്നു കൊടുത്ത പ്ലാറ്റ്ഫോം. എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് ആവേശത്തിലെ ഹോമോ എറോട്ടിസിസം തിരിച്ചറിയാൻ പറ്റി. അത്രയും ഹോമോ എറോട്ടിസിസ് എനിക്കൊന്ന് മലയാള സിനിമയിൽ അതിന് മുമ്പേ ഉണ്ടായിട്ടില്ല. അത്തരം റീഡിങ്സ് ഉണ്ടാവുന്നുണ്ട് സിനിമയ്ക്ക് എന്നുള്ളത് പോസിറ്റീവായിട്ട് തോന്നുന്നു. എനിക്ക് നിങ്ങളുടെ ഒരു ഒബ്സർവേഷനായിട്ടാണ് തോന്നിയത്. ഞാൻ പറഞ്ഞു തരേണ്ടതായ അതിലൊരു സംശയ ദൂരീകരണം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതിന് മുമ്പ് അല്ല, എനിക്കെപ്പോഴും തോന്നി ഈ ക്യാപിറ്റലിസം അങ്ങോട്ട് സ്ത്രീകളെ കരുക്കളാക്കി നടത്തുന്ന ക്യാപിറ്റലിസം മാത്രമേ ഇവിടെ ഒരു പ്രശ്നമുള്ളൂ എന്നുള്ള പോലെയാണ്. സ്ത്രീകൾ സിഗരറ്റ് വലിച്ചാൽ അതപ്പോൾ ക്യാപിറ്റലിസമായി. അത് വഴിയുള്ള എന്താണ് ഈ സ്ത്രീകളുടെ പ്രോഗ്രസീവ്നെസ് ഇങ്ങനെ മോണിറ്റർ ചെയ്ത് സ്ക്രൂട്ടിനൈസ് ചെയ്ത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പ്രോഗ്രസ് ചെയ്തോട്ടെ. അപ്പോൾ ഈ ക്യാപിറ്റൽ ഞങ്ങൾക്ക് സിഗരറ്റ് വലിക്കാൻ തോന്നി പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ അങ്ങനെ, ഇനി പബ്ബിൽ പോയി പ്രോഗ്രസ് ആവണമെങ്കിൽ അങ്ങനെ, ഇനി മിനി സ്കേർട്ട് ഇട്ടോ അത് ക്യാപിറ്റലിസം, എന്തെങ്കിലും ചെയ്തോട്ടപ്പോൾ. ഞങ്ങൾ ഈ ക്യാപിറ്റലിസ്റ്റുകൾ മുഴുവൻ കൂടിയിട്ട് ഒരു ഐലൻഡിൽ കൊണ്ടുപോയിട്ട് കുറേ സ്ത്രീകളെയും കുട്ടികളെയും കിടന്ന് പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തനും ഒന്നും പറഞ്ഞൊന്നും ഇല്ലായിരുന്നല്ലോ.
അപ്പോൾ എന്തുവാണ് ഈ പ്രോഗ്രസീവ്നെസ്? ഈ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറും എന്താണ് IT കമ്പനികൾ, എന്താണ് അതിനകത്ത് ബിൽഗേറ്റ്സിൻ്റെ ഉണ്ടല്ലോ പേര്, ഒരുത്തിനും ഒന്നും പറയാനില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിസം നിങ്ങളെ കരുവാക്കുകയാണ്. ഞങ്ങൾക്ക് അത്രേ സൗകര്യമുള്ളൂ, കരുവായിട്ട് അങ്ങോട്ട് ഇരിക്കാനേ സൗകര്യമുള്ളൂ, ഞങ്ങൾ ചെയ്തോട്ടെ. നിങ്ങൾക്ക് ഈ ക്യാപിറ്റലിസത്തിനെ അങ്ങോട്ട് പിഴുതെറിയാനായിട്ട് സ്ത്രീകൾ ആദ്യം ഇതൊക്കെ അങ്ങോട്ട് ഉപയോഗിക്കുന്നത് നിർത്തണം എന്നുള്ളത് ശരിക്കും നിങ്ങളുടെ പ്രശ്നം ക്യാപിറ്റലിസം ആണോ എന്നുള്ള സംശയം എന്നിൽ ബലപ്പെട്ട് വരികയാണ്. അത് സ്ത്രീകളുടെ ഈ പ്രോഗ്രസീവ്നെസ് ഈ ഒരു ചോദ്യത്തിന് മാത്രമല്ല, എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണ്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ പ്ലീസ്. എബ് എന്ന് പറഞ്ഞ സിനിമ ഈ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ റിലീസോ ഒരുപാട് ആൾക്കാർ കണ്ട് അതിൻ്റെ പൈസ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ലാതെ ചെയ്തതുകൊണ്ട്, അത് എൻ്റെ ഭയങ്കരമായ സൗകര്യത്തിനാണ് ചെയ്തിരിക്കുന്നതുകൊണ്ടായിരിക്കാം മേ ബി ഇഷ്ടപ്പെടാത്തത്. ആ സിനിമ ഇഷ്ടപ്പെടാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. IFFK കണ്ടു കഴിഞ്ഞപ്പം ഒരുപാട് സമ്മിശ്രമായ നല്ലതും മോശവുമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഇതേ ഞാൻ കാതൽ ചെയ്യുമ്പോൾ അത് ആൾക്കാർ വന്ന് കാണണം, അതിനുള്ള പരിപാടികളൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുമുണ്ട്. അതായത് അതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്, ആ പൈസ തിരിച്ച് ആ പ്രൊഡ്യൂസർക്ക് കിട്ടേണ്ട ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ദിസ് ഇസ് ഗ്രേറ്റ് ഇന്ത്യൻ ചെയ്തപ്പോഴും എനിക്ക് ഞാനത് ആ സിനിമ ഏറ്റവും എൻ്റെ ഹൃദയത്തിലുള്ളതുപോലെ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എബിൽ ഞാൻ അതാ ട്രൈ ചെയ്തിരിക്കുന്നത്, എൻ്റെ ഉള്ളിലുള്ള കാര്യം ഷൂട്ട് ചെയ്യാനും ഒക്കെയാണ്. അത് പരാജയപ്പെട്ടിട്ടുണ്ടാവാം. ആ റിവ്യൂവിന് ഏതായാലും നന്ദി, താങ്ക് യു. ഈ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഫ്ലോസ് ഉള്ള ക്യാരക്ടേഴ്സായിട്ട് സിനിമയിൽ വരാത്തതെന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു നമ്മുടെ സൊസൈറ്റി ഒരു പോയിന്റ് വരെ നമ്മുടെ സിനിമനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു തോന്നുന്നു. ഇപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു യൂറോപ്യൻ സിനിമ എടുത്താൽ 1950s ഒരു യൂറോപ്യൻ ഫിലിംസിൽ വരെ അല്ലെങ്കിൽ നോവൽസിലൊക്കെ ഗേ ക്ലബ്സും ഗേ റിലേഷൻഷിപ്സും ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് പറയുന്നുണ്ട്, വേൾഡ് വാർ ടൈമിലുള്ള നോവൽസിലൊക്കെ. അത് കഴിഞ്ഞിട്ട് അവർ അങ്ങനെയും അവരുടെ സൊസൈറ്റിയിൽ ഇതിനെ കാണുന്നതിന് അല്ലെങ്കിൽ മൊത്തത്തിൽ റീഡ് ചെയ്യുന്നതിനൊക്കെ മാറ്റം വന്നുകൊണ്ടാണ് അങ്ങനത്തെ സ്റ്റോറീസ് അവിടെ വരുന്നത്. നമ്മുടെ ഇവിടെ ഇപ്പോഴും ഇത് ഒരു സ്റ്റിഗ്മ തന്നെയാണ്, നമ്മളെങ്ങനെയൊക്കെ പറഞ്ഞാലും. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലുള്ള ക്ലീഷേസ് നമ്മൾ യൂഷ്വൽ കാണുന്ന ഒരു അവസാനം കൊല്ലപ്പെടുന്ന ഒരു ഗേ ക്യാരക്ടറും ദുരിതം മാത്രം അനുഭവിക്കുന്ന ഗേ ക്യാരക്ടേഴ്സായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നത് നമ്മുടെ സൊസൈറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതല്ലാണ്ട് നമ്മൾ ഇത്രയും മോഡേൺ ആയിട്ടൊക്കെ ഇന്നത്തെ കാലത്ത് ചിന്തിച്ച് ഒരു കൊലപാതകമായിട്ടുള്ള ഹോമോസെക്ഷൽസിനെ കാണിക്കുമ്പോൾ ഓൾറെഡി ഉള്ളൊരു പ്രീ കൺസീവ്ഡ് നോഷനെ അത് കേറ്റർ ചെയ്യുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അത് മാറ്റത്തിനേക്കാളും ഇവിടെയുള്ള നോഷൻസിനെ സ്റ്റീരിയോ ടൈപ്സിനെ അത് കൂടുതൽ ഊർജിതമാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ആവേശം ഇന്റൻഷനൽ ആണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ റീഡിങ് അല്ലേ അത്. സോ അത് കാലം കൊണ്ട് വരുന്നൊരു സംഗതിയാണ് എന്ന് തോന്നുന്നു. അതിന് നാച്ചുറൽ പ്രോഗ്രഷനും സ്റ്റോറീസും ഒക്കെ. ഭീഷ്മപർവ്വത്തിലാണെന്ന് തോന്നുന്നത് ആവേശത്തെക്കാളും പാട്ടൊക്കെ വലിയ രീതിയിൽ ചർച്ച. പക്ഷെ ആ ക്യാരക്ടറിനൊരു ഭയങ്കര വലിയ ക്യാരക്ടറായിട്ടല്ലേ എനിക്കത്. എനിക്കും ഒരു ചോദ്യമല്ല ചോദിക്കാനുള്ളത്, ഒരു ഒബ്സർവേഷനാണ് പറയാനുള്ളത്. ലോക സിനിമയെ കുറിച്ചിട്ടൊരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു പാനലിൽ. അപ്പോൾ മാം അതിനോട് ആഡ് ചെയ്തിരുന്നു, കാരണം നീലി അവിടെ നിയന്ത്രിക്കുന്നത് അപ്പോഴും ഒരു പുരുഷനാണ്. അതുകൊണ്ട് തന്നെ ലോക സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോഴും അവിടെ ഒരു പുരുഷൻ്റെ കൺട്രോളിലുള്ള സ്ത്രീ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ അവിടെ നീലി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കഥ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഒരു ദളിത് ഹിസ്റ്ററി അല്ലെങ്കിൽ ദളിത് സ്റ്റോറി അവിടെ ആഘോഷിക്കപ്പെട്ടു, അത് പറയുന്നുണ്ട്, ചർച്ചയാക്കപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോഴും പിന്നീട് നീലിയെ കാണിക്കുന്നത് തീർത്തും സവർണ സൗന്ദര്യ സങ്കല്പ ബോധത്തിലാണ് കാണിക്കുന്നത്. ആ ഒരു അച്ചിൽ തന്നെയാണ് ആ ഒരു കഥാപാത്രത്തെ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ദളിത് വ്യക്തിയുടെ ചോരയിൽ നിന്നും ഇൻഫെക്ഷൻ മറ്റൊരാളിലേക്കും പടർന്ന് ആ വ്യക്തിയും ഇൻഫെക്റ്റഡ് ആകുന്നു എന്നൊക്കെ പറയുന്നത് വെറും നിഷ്കളങ്കമായ ഒരു കാര്യമായിട്ട് കാണാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോഴും അതൊക്കെ നോട്ട് ചെയ്യപ്പെടാതെ പോകുന്നത് തീർത്തും നിഷ്കളങ്കമായ ഒരു കാര്യമല്ല. അതുപോലെ ഇപ്പോൾ നമ്മൾ റെപ്രസെൻറ്റേഷൻ ടോക്കണിസം സ്റ്റിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കാര്യത്തിലായാലും ടോക്കണിസം സിനിമ ഇൻഡസ്ട്രിയിലും രാഷ്ട്രീയത്തിലും എല്ലാം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും അവിടെ ടോക്കണിസം ചെയ്യപ്പെടുന്നത് ഒരു സവർണ സൗന്ദര്യ സങ്കല്പത്തിലുള്ള വ്യക്തിയോ
അല്ലെങ്കിൽ അപ്പർ ക്ലാസ് എന്ന് സോക്കോൾഡ് പറയപ്പെടുന്ന എലൈറ്റ് ക്ലാസ്സിലുള്ള വ്യക്തികളെയോ ആണ് ടോക്കണിസം കാണിക്കാൻ പോലും അവിടെ ഒരു കേവല പ്രാതിനിധ്യം കൊടുത്ത് കാണിക്കുന്നത്. അപ്പം അതുകൂടി അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നി. ഞാൻ സിനിമയിലുള്ള ഗെയ്സ് മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഗെയ്സാണ് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മളെ തൊട്ട് കണ്ണിൻ്റെ മുന്നിലുള്ള ഗെയ്സ്. അപ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സ്ത്രീകളെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, സ്ത്രീകളെ ഇപ്പം വീഡിയോസ് ഇറങ്ങുന്ന ഭാര്യ ഭർത്ത് റിലേഷനിലുള്ള വീഡിയോകൾ ഇപ്പം മറ്റ് മൂലധനം എല്ലാത്തൊന്നും സ്വതന്ത്രമായിട്ട് പോലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെന്ന് പറയും, സ്വതന്ത്ര ഇൻഡിപെൻഡൻറ്റ് മീഡിയ എന്ന് പറഞ്ഞിട്ട് പോലും അവിടെ സ്ത്രീകളായിട്ട് അവതരിപ്പിക്കുന്ന സ്ത്രീകളും പുരുഷനും തമ്മിലുള്ള ബന്ധം മറ്റ് പഴയ സത്യൻ അന്തികാണ്ടിയോ അല്ലെങ്കിൽ പ്രിയദർശൻ്റെ സിനിമകളിലുള്ള അത്രയും സ്ത്രീ പുരുഷന് കീഴ്പ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള റീലുകൾ തന്നെയാണ് ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നു? ഇങ്ങനെയൊരു സ്വതന്ത്രമായിട്ടുള്ള ചെയ്യുമ്പോൾ പോലും ആ മൂല്യങ്ങൾ, ആ സ്ത്രീവിരുദ്ധ മൂല്യങ്ങൾ അല്ലെങ്കിൽ പുരുഷാധിപത്യ മൂല്യങ്ങൾ തന്നെ ഇവിടെ തുടർന്ന് നിൽക്കുന്നു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ബന്ധങ്ങൾ തന്നെയല്ലേ അതിന് കാരണം? അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു വിശദീകരണം? എനിക്ക് തോന്നുന്നു ഈ ആൾക്കാരൊക്കെ ഭയങ്കര മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്കിത് ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കണം. ചിലപ്പോൾ അതായിരിക്കും. കാരണം ബാക്കി ആൾക്കാരൊന്നും ഇങ്ങനെ പബ്ലിക്കലി ഔട്ട്റേജ് ചെയ്യില്ലല്ലോ. സോ ഐ തിങ്ക് അങ്ങനെ ഒരു ഒച്ച ആണെന്ന് തോന്നുന്നു എനിക്ക്. ആ ആളുകൾ ഭയങ്കര മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണ്. അവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, ഒരു മെൻ്റൽ ഹെൽത്ത്. സോ അത് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ അതാണ് നമ്മൾ ഫസ്റ്റ് കാണുകയും ചെയ്യുക. അപ്പോൾ അതാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു വിസിബിലിറ്റീൻ്റെ സംഭവം തോന്നുന്നു. നമ്മൾ നേരത്തെ ഈ പ്രൊപ്പഗൻഡയെ പറ്റിയിട്ടും ഈ ഹിന്ദുത്വ പിടികൂടി അല്ലെ ഫാഷിസം പിടികൂടിയതിനെ പറ്റി പറയുമ്പോഴും നമ്മൾ ഡയറക്റ്റ്ലി പോവുക ബോളിവുഡിലേക്ക് ആണ് ഡയറക്റ്റ്ലി പോവുക. നമ്മൾ മലയാള സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 വർഷം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മേജർ ഹിറ്റായിട്ടുള്ള പടങ്ങളിൽ മുസ്ലിം ക്യാരക്ടേഴ്സിൻ്റെ പേരുള്ള ഒരു നായകനോ അങ്ങനെ വരുന്നത് അതിൻ്റെ ഒരു റേഷ്യോ തന്നെ വളരെ തുച്ഛമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ആസിഫ് അലി ഉണ്ട്, മമ്മൂട്ടിയുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, അങ്ങനെ മുസ്ലിം ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവർ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ പോലും അവർ മുസ്ലിം പേരുകളോ ഒന്നും വരില്ല. അതൊരു മേ ബി അവരുടെ ഒരു പ്രിക്കോഷൻ്റെ ഭാഗമായിട്ട് മലയാള സിനിമയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണോ, അതോ ഹിന്ദുത്വത്തെ ഒഴിച്ചു നിർത്തിയ ഒരു ഇൻഡസ്ട്രി അല്ല ബോളിവുഡ് എന്നത് നമ്മളത് തുറന്ന് സമ്മതിക്കാനുള്ളൊരു കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ആർക്കാണ് ഉത്തരം പറയാം? അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിനൊക്കെ അതിൻ്റെ ഉത്തരങ്ങൾ ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ലോകം തീവ്രമായ ഒരു വലതുപക്ഷ ചായ്വിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം അറിയാമല്ലോ. ഇന്ത്യയിൽ എങ്ങനെയാണ് ഇപ്പോൾ ഭരിക്കുന്നവർ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള കാരണം എന്താ? ഇനിയും ഒരു ഇലക്ഷൻ വന്നാൽ നമ്മുടെ ഭരണകൂടം വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത് എങ്ങനെയാണോ അതേ കാരണങ്ങൾ തന്നെയാണ് സിനിമയിലും സംഭവിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, അതും മാത്രമല്ല എന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പം നമ്മളൊരു സ്വത്വവാദം എന്നുള്ള രീതിയിലല്ലാണ്ട് ഇപ്പം എന്തായാലും പറയാം, ഇപ്പം മട്ടാഞ്ചേരി മാഫിയ അല്ലെങ്കിൽ എന്തുവാണ് ഈ ആഷിഖ് അബു ഒക്കെ വന്നിട്ട് സിനിമ എടുക്കണ സമയത്ത് ഭയങ്കര ഒരു ഇതെന്താ ഇവർ വേറൊരു ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ടൊരു എതിർപ്പ് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പം ഇവർക്ക് മനസ്സിലായി, ഇവരങ്ങനെ മുസ്ലിങ്ങളെ വെച്ചിട്ടൊന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല, അപ്പോൾ ഓക്കെ വെറുതെ വിട്ടേക്കാം. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ മുഹ്സിൻ ബരാരി, സക്കറിയ അവർ ചെയ്യുന്ന സിനിമകളിൽ മുസ്ലിം കഥാപാത്രങ്ങൾ, മുസ്ലിം വാക്കുകൾ, മുസ്ലിം വൊക്കാബുലറി, അപ്പം അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ആ ഇഷ്ടപ്പെടായിക തന്നെയാണ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് സ്വീകാര്യമാവില്ല. അത് നമ്മുടെ ഒരു നമ്മളല്ല, അതാണല്ലോ ഈ അപരവത്കരണം എന്ന് പറയണത് തന്നെ അതാണല്ലോ. നമ്മളൊക്കെ വേറെയാണ്, ഇവരൊക്കെ വേറെയാണ് എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ആ ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പോർട്രേ ചെയ്യാൻ പേടിക്കണേന്നാണ് എനിക്ക് തോന്നണേ. അപ്പം അതിപ്പം മുസ്ലിം ഈ ഐഡൻറ്റിറ്റി മാത്രമല്ല. ഇപ്പം ഞാനെപ്പോഴും ആലോചിക്കും, ഇവിടെ നിന്ന് വന്നിട്ടുള്ള എത്ര സിനിമകളിൽ 2 ജാതിയിൽപ്പെട്ട ആൾക്കാർ പ്രേമിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ജാതി കൊലപാതകത്തിൽ കലാശിക്കാതെയോ അല്ലെങ്കിൽ ഈ കപ്പിൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതായിട്ട് എൻഡിങ് ഉള്ള 2 ജാതിയിൽപ്പെട്ട ആൾക്കാർ പ്രേമിക്കുന്ന എത്ര സിനിമകളുണ്ട് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എനിക്കങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടുണ്ടോയെന്ന്. അതുപോലെ തന്നെ ഇപ്പം ദളിത് കഥാപാത്രങ്ങൾ അങ്ങനെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നതൊക്കെ നമ്മളിൽപ്പെട്ടവരല്ല. നമ്മളിൽപ്പെട്ടവരാണെങ്കിൽ അതൊരു
ഹിന്ദു എന്താണ് നായരെന്നോ മേനോനെന്നോ ഒക്കെ വാലുള്ള ആളായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതെന്ത് നമ്മൾ ChatGPT-ൻ്റെ അടുത്ത് ഒരു മലയാളം സിനിമയുടെ കഥാപാത്രങ്ങളുടെ പേരുകൾ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനോനെന്നും നായരെന്നും ആണ് ChatGPT ഉത്തരം പറയുക. ബിക്കോസ് അതാണ് മലയാളി എന്നുള്ള ബോധമുണ്ട്, അല്ലെങ്കിൽ അതല്ലാത്തൊരു മലയാളീനെ കാണിച്ചാൽ ആക്സെപ്റ്റഡ് ആവില്ല എന്ന്. പക്ഷേ തല്ലുമാല പോലെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ സുഡാനി ഫ്രം നൈജീരിയ പോലെയുള്ള സിനിമകൾ അതിനെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തിരുത്തി എഴുതണത് എന്നുള്ളത് എനിക്കത് ഭയങ്കര ഹാർട്ടനിങ് ടു വാച്ചാണ് അങ്ങനെയുള്ള. കാരണം ഞാനൊക്കെ കണ്ടു വളർന്ന തരം വളർന്നു വന്നിട്ടുള്ള നെയ്ബർഹുഡുകളും മനുഷ്യരും ഒക്കെ ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ കാണുന്നത് അപ്പോഴാണ്. അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒന്നും ഞാൻ കണ്ടു വളർന്നിട്ടൊന്നുമില്ല. കേരളത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലുള്ളവർ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. കോഴിക്കോട് ജനിച്ചു വളർന്ന ഒരാൾക്ക് കാണണ്ടേ ഇങ്ങനെയുള്ള സിനിമകൾ. അപ്പം അങ്ങനെ ഒരു ആശ്വാസം കിട്ടണം എങ്ങനെയാണെന്ന് പറയാം. മാറിയൊരുമായിരിക്കും കേരളത്തിൽ. അതായത് മലയാള തനിമ എന്ന് പറഞ്ഞാൽ വള്ളുവനാടൻ സ്ലാങ് ആണല്ലോ. കുതിരോട്ടം പപ്പു എന്ന് പറയുന്നത്, കുതിരോട്ടം പപ്പുവിൻ്റെ സ്ലാങ്, കോഴിക്കോട്ടുകാരുടെ സ്ലാങ്, ഇതൊക്കെ അൺഎഡ്യൂക്കേറ്റഡ് ആൻഡ് കൺകൾച്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരതാണ്. കോഴിക്കോട്ട് വിദ്യാസമ്പന്നരായിട്ടുള്ള എത്രയോ ആൾക്കാർ അതേ സ്ലാങ്ങിൽ വർത്തമാനം പറയുന്നത് നമുക്കറിയാം. പക്ഷേ സിനിമയിൽ നമുക്കത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ റിഫ്ലക്ഷൻ അല്ല, ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നതാണ്. അതിന് കൃത്യമായിട്ടുള്ള ഫ്രെയിമിംഗ് ഉണ്ട് എന്ന് തന്നെ ഉറപ്പിച്ചു പറയും. ചെറിയൊരു കാര്യം ആഡ് ചെയ്യാനാണ്, എൻ്റെ ഒരു വ്യൂ പോയിന്റ് ആഡ് ചെയ്യാനാണ്. ഇപ്പം ജോബി സാറ് തുടക്കത്തിൽ പറഞ്ഞു മകന് അല്ലെ സാറിൻ്റെ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, ഇങ്ങനെ ഒരു മൂവി ഉണ്ടാക്കിയപ്പം സ്കൂളിൽ നിന്നിട്ട് ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അപ്പം എൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്താ, എൻ്റെ ഒരു മനസ്സിലാക്കൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇങ്ങനത്തെ പ്രോഗ്രസീവായിട്ടുള്ള മൂവീസ് ഇറക്കുന്നുണ്ട്, കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ ഉണ്ടായിട്ടും, പക്ഷെ ഞാനൊരു BEd വിദ്യാർത്ഥിയാണ്. അപ്പം എനിക്ക് ആ ഒരു അന്തരീക്ഷത്തിലുള്ള ആളുകളെ പറ്റിയിട്ട് അറിയാം. അപ്പം പല ടീച്ചേഴ്സിനെ കണ്ടിട്ടുള്ളതാണ്. അപ്പം കരിക്കുലത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പല ടീച്ചേഴ്സും നല്ല രീതിയിൽ റിഗ്രസീവാണ്. ഇപ്പം നമ്മൾ ഒരു ബയോളജി സാർ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പം എങ്ങനെ റിഗ്രസീവ് ആയിരുന്നുള്ളത് ഇപ്പം ആണെന്നുള്ളത്. ഇപ്പം ഒരു എവല്യൂഷനെ കുറിച്ചിട്ട് ഒരു ബയോളജി സാറ് പഠിപ്പിക്കുകയാണെങ്കിൽ ഇതൊക്കെ ബുക്കിലുള്ളതാണ്, ഇതൊക്കെ സത്യമാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല എന്നുള്ള രീതിയിൽ പറയുമല്ലോ. അതേപോലെ ഈ പല ടൈപ്പ് ഓഫ് ജെൻഡേഴ്സ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക എന്നുള്ള രീതിയിലാണ് പല കാര്യങ്ങളും ഈ പഠിപ്പിച്ച് കൊടുക്കേണ്ട ആളുകൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് ആയിട്ട് തോന്നി. അപ്പം ഈ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടും സ്റ്റേറ്റ് അതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, അതിനുള്ള സൊല്യൂഷൻ എനിക്കറിയില്ല. പക്ഷേ ടീച്ചേഴ്സ് ഒക്കെ നല്ല റിഗ്രസീവാണ്. മൂവീസ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്, പക്ഷേ ഈ ഒരു പ്രോഗ്രസീവ് ഐഡിയാസുള്ള മൂവീസ് ഇറങ്ങുന്നുണ്ടെങ്കിലും അതൊരു സൈഡിൽ മാർജിനലൈസ്ഡ് ആയിട്ട് കിടക്കത്തേ ഉള്ളൂ. കാണണ്ടെന്ന് വിചാരിച്ചവർ കാണാണ്ട് തന്നെ ഇരിക്കും. പിന്നെ ഒരു മെയിൻ സ്ട്രീം ആക്ടർ അത് ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പം എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ഫെല്ലോ ട്രെയിനി ടീച്ചർ, അപ്പം ആള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മൂത്തവൻ എന്നുള്ള സിനിമ, ആ മൂത്തവനുള്ള ഫിലിം നിവിൻ പോളിനെ ഡാഷ് ആക്കിയ സിനിമ അല്ലേ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഇവരാണ് നാളെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ. അപ്പം അതാണ് റിയാലിറ്റി. ഇത് ഒരു ചോദ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ കാണാം. അതായത് ഞാൻ സമൂഹത്തെ കാണുന്നത് രണ്ട് ഒപ്പോസിങ് ഫോഴ്സസ് ആയിട്ടാണ്. ഒന്ന് പ്രോഗ്രസ് ചെയ്യാനും ഒന്ന് റിഗ്രസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഫോഴ്സസ് ആയിട്ടാണ്. അപ്പോൾ ആ ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന സിനിമകളിലും ഈ പറയുന്ന പോലെ പ്രൊപ്പഗാൻഡ അത് രണ്ട് വശത്തേക്കും ഉള്ളത് ഉണ്ടാവും. ഇപ്പം നമ്മൾ മോശം സിനിമകളെ പറ്റി മാത്രമല്ലല്ലോ, അപ്പം നമ്മൾ എന്ത് തരം കോൺഷ്യസ് ഫിലിം മേക്കിങ്ങിനെ പറ്റിയാണ് അതും കൂടെയാണ് ഈ പാനൽ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലിയർലി ചില സിനിമകളെ പറ്റി പറയാൻ പറ്റും, ഇതൊരു നല്ല സിനിമയാണ് അല്ലെങ്കിൽ ഇതൊരു മോശം സിനിമയാണ്. അത്രയും പ്രൊപ്പഗാൻഡ വൈസ് ഇങ്ങനെ എടുത്തു നിൽക്കുന്ന സിനിമകളുണ്ട്. അതല്ലാതെ സ്പെക്ട്രത്തിൽ നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റാത്ത പലതരത്തിൽ സിനിമകളുണ്ട്. പക്ഷേ ഓരോ സിനിമയും ഓരോ പ്രൊപ്പഗാൻഡ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ മലയാള സിനിമ ഇപ്പോഴും പിന്നിലാണെന്ന് പറയുമ്പോൾ മലയാളി സമൂഹം എവിടെയാണെന്നും കൂടെ കുറച്ചും കൂടിയും എവിഡൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യേണ്ടേ എന്നുള്ളൊരു കാര്യമാണ് ഒന്നാമത്. അപ്പോൾ അവിടെയാണ് ഞാൻ ഇപ്പം ലോക സിനിമയെ പറ്റി പല ക്രിട്ടീക്സ് ഇവിടെ പറഞ്ഞു. പക്ഷെ ഞാനതിനെ പല ലെയേഴ്സിൽ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. ഇപ്പം അതിലൊരു കാര്യം പറഞ്ഞത് അതിലുള്ള ഐഡൻറ്റിറ്റി പൊട്രയലിനെ പറ്റിയാണ്.
പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു ദളിത് ആദിവാസി എന്താ പറയുക ഈ 2025 ജീവിക്കുന്ന ഒരു യങ് ആയിട്ടുള്ള ഒരാൾ എന്തുകൊണ്ടൊരു ജമ്പറും ട്രാക്കും ഇട്ടുകൊണ്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആള് ആ ഒരു പൊട്രയൽ എങ്ങനെയാണ് ഒരു സവർണ പൊട്രയൽ ആവുന്നത് എന്നുള്ളത് ലൈക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ എന്നുള്ളതാണ്. ഇപ്പം ലോക അതുണ്ടാക്കി. ഇപ്പം അതേ സമയത്താണ് ഈ രശ്മിക മന്ദാനയുടെ സിമിലർ മറ്റേ ഒരു പ്രേത സിനിമ ഇറങ്ങിയത്. അതിലൊരു സ്ത്രീയെ എങ്ങനെയാണ് അവർ പോർട്രേ ചെയ്യുന്നത്, ഇതിലെങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത്. ഇതിൽ ബോഡിയിലേക്ക് എന്താ ഫ്രെയിം വരുന്ന എത്ര രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റാദർ സിനിമയാണ് അതിൽ പ്രധാന വിഷയമായിട്ട് തന്നെ വരുന്നത്. അപ്പം നമുക്ക് എത്രത്തോളം ഒരു റിഗറസ് ജഡ്ജ്മെൻറ്റ് സിനിമയോട് ഉണ്ടാവുന്നത് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമില്ലേ. ലോക ഏതൊക്കെ ലെവൽസിൽ ഇപ്പം വേറൊരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പം നാച്ചിയപ്പയെ കൃത്യമായിട്ടൊരു ബ്രാഹ്മണ്യവാദ പുരുഷനായിട്ട് അതിൽ പോർട്രേ ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ആള് സ്ത്രീകളെ എങ്ങനെ കാണുന്നു എന്നുള്ളതും പിന്നീട് ആള് വീട്ടിൽ സ്ത്രീയെ എങ്ങനെ കാണുന്നു, അതിലുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ബ്രാഹ്മണനെ ആ സിനിമയിൽ കൊല്ലുകയും കൂടെയാണ്. അയാൾ ബ്രാഹ്മണനാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതായത് സാധാരണ ഇങ്ങനെ നീലി കടിച്ചു കഴിഞ്ഞാൽ അയാൾ മരിക്കേണ്ടതാണ് 2-3 ദിവസത്തിൽ. പക്ഷെ ഇയാൾ രണ്ടാമത്തെ ജീവൻ നേടുകയാണ്. ലൈക്ക് ദ്വിജബ്രാഹ്മണൻ എന്നുള്ളൊരു സാധനം കൊണ്ടുവന്നിട്ട് അവസാനം അയാളെ കൊല്ലുന്നത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ലേയേഴ്സിലൊക്കെ നമുക്ക് ലോകയെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് പക്ഷെ അതിന് നമ്മൾ ഇപ്പം നമ്മുടെ സമൂഹം എന്താണ് എന്നതിൽ നിന്ന് നിൽക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്തരത്തിൽ ലൈക്ക് എന്താ പറയുക കുറച്ചും കൂടിയും എന്താ ആ രീതിയിൽ പൊതുവിൽ സിനിമയെ ലൈക്ക് ഇപ്പം അതുപോലെ ഇപ്പം കുമ്പളിങ്ങി നൈറ്റ്സിനെ പറ്റി പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. അപ്പം ഈ കുമ്പളിങ്ങി നൈറ്റ്സ് നമുക്ക് തന്നിട്ടുള്ളൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ മാനസികാരോഗ്യം, പൊതുവിൽ മാനസികാരോഗ്യത്തോട് സമൂഹത്തിനുള്ള മാറ്റം അതിൻ്റെ അകത്ത് റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്. അത് വലിയൊരു സംഭാവന തന്നെയാണ് അതായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഈവൻ ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തിൽ നമുക്ക് ആളുകൾ എല്ലാവരോടും ചിലപ്പോൾ മാനസികാരോഗ്യത്തെ പറ്റി പറയുന്നില്ലെങ്കിലും ഇപ്പോൾ ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽപ്പക്കത്തിലോ കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാളോട് മാനസികാരോഗ്യത്തെ പറ്റി സംസാരിക്കാൻ ഒരു കുടുംബക്കാർ തയ്യാറാവുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതും സിനിമയും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ കാണേണ്ടതുണ്ട്. കുറച്ചും കൂടി സിനിമയോട് നമ്മൾ എന്താ പറയുക ഒരു എന്താ വാക്ക് എനിക്ക് വരുന്നില്ല, അത് കാണിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. നമുക്ക് സമയപരിമിതി കൂടെ ഉണ്ട്. എനിക്കതിൽ ഇപ്പോൾ പറഞ്ഞൊരു വ്യൂവിൽ തോന്നി നമ്മളിവിടെ സംസാരിച്ചത് ശരീര സൗന്ദര്യബോധം എങ്ങനെ സവർണവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നീലിയുടെ സവർണവൽക്കരണമല്ല, അത് നീലിയുടെ ശരീരത്തെ എങ്ങനെയാണ് നമ്മൾ സവർണ ചിന്താഗതി അല്ല ആ ഫ്രെയിം വർക്കിൽ ചിത്രീകരിച്ചതെന്നുള്ളതാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ അതിൽ പോസിറ്റീവ് എലിമെൻ്റ് ആണ്. സീമിംഗ്ലി പ്രോഗ്രസീവ് സിനിമകളിലും റിഗ്രസീവ് ആയിട്ടുള്ള എലിമെൻറ്റുകളുണ്ട് എന്ന് പറയാനാണ് നേരത്തെ അതല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ ലോങ്ങർ സെഷനായിരുന്നു, കുറച്ചധികം നേരം നിങ്ങളിരിക്കുകയാണ്. ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആക്കിയതിന് ഒരുപാട് പലതരത്തിലുള്ള ഇൻപുട്ടുകൾ തന്നതിന് താങ്ക് യു സോ മച്ച് ടു ഓൾ ദ പാനലിസ്റ്റ്. ആൻഡ് ഇത്രയും പേഷ്യൻ്റായിട്ട് കേട്ടിരുന്നതിന് നിങ്ങൾക്കും ബിഗ് താങ്ക്സ്. അപ്പം നമ്മളിവിടെ സംസാരിച്ചത് ജെൻഡർ ഗെയ്സ് ഐഡൻറ്റിറ്റി അത് എങ്ങനെയാണ് സിനിമയിൽ പ്രത്യേകിച്ചും മലയാള സിനിമയിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് 2026-ലും നമ്മൾ ഇതേ അവസ്ഥയിലേക്ക് നിലനിൽക്കേണ്ടി വരുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെയും ഇത്തരം മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടാകുമ്പോഴും ഇത്തരം ചർച്ചകൾ ഉണ്ടാകുമ്പോഴും ഗുഫ്തുക ഉണ്ടാകുമ്പോഴും നമ്മളിപ്പോഴും ഇതേ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് നമ്മളിവിടെ സംസാരിച്ചത്. ഇത്തരം ചർച്ചകൾ പോലും വേണ്ടാത്തൊരു നല്ല ലോകം നമുക്ക് സ്വപ്നം കണ്ടുകൊണ്ട് സെഷൻ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടു യു ഓൾ.